ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദേവിപ്രിയ. പ്രധാന വാർത്തകൾ. ചെറിയ നഗരങ്ങളെ സ്വയം പര്യാപ്ത ഇന്ത്യയുടെ അച്ചുതണ്ടാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് വാക്സിന് അധികം കാലതാമസമുണ്ടാകില്ലെന്ന് പ്രധാനമന്ത്രി. ഡൽഹിയിൽ ഭീകരരുമായി പോലീസിന്റെ ഏറ്റുമുട്ടൽ 5 പേർ അറസ്റ്റിൽ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നാളെ. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 94.45%. കേരളത്തിൽ ഇന്ന് 3272 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഫോർമുല 2 കാറോട്ട മത്സരം ജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന നേട്ടം സ്വന്തമാക്കി ജഹാൻ ദാരുവാല. വാർത്തകൾ വിശദമായി. ചെറിയ നഗരങ്ങളെ സ്വയം പര്യാപ്ത ഇന്ത്യയുടെ അച്ചുതണ്ടാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ലക്ഷ്യമാണ് ആഗ്ര മെട്രോ പദ്ധതിയിൽ പ്രതിഫലിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ആഗ്ര മെട്രോ റെയിൽ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീവിജയ. മെട്രോ പദ്ധതികളുടെ സാമ്പത്തിക പ്രാധാന്യം അടിവരയിട്ട് പറഞ്ഞ പ്രധാനമന്ത്രി ഈ പുരാതന നഗരത്തിന്റെ ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് ആഗ്ര മെട്രോ സഹായകമാകുമെന്ന് വ്യക്തമാക്കി. പ്രാദേശിക വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കാനായി വോക്കൽ ഫോർ ലോക്കൽ ആശയത്തിന് കേന്ദ്ര സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ട്. മെച്ചപ്പെട്ട വിനോദസഞ്ചാര മേഖലകളുടെ സൂചികയിൽ ഇന്ത്യ 65ാം സ്ഥാനത്ത് നിന്ന് 34ാം സ്ഥാനത്തെത്തിയതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2014 വരെ 275 കിലോമീറ്റർ മെട്രോ ലൈൻ മാത്രം പ്രവർത്തന സജ്ജമായിരുന്ന സ്ഥാനത്ത് 6 വർഷങ്ങൾക്കിപ്പുറം രാജ്യത്ത് 400 കിലോമീറ്റർ മെട്രോ ലൈൻ പ്രവർത്തിച്ചു വരുന്നതായി അദ്ദേഹം അറിയിച്ചു. ഉത്തർപ്രദേശിൽ മാത്രം 7 മെട്രോ ലൈനുകളുടെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. ഡൽഹി മുതൽ മീററ്റ് വരെ ആദ്യത്തെ അതിവേഗ റെയിൽവേ സംവിധാനത്തിന്റെ നിർമ്മാണം നടന്നുവരുന്നതായും ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും പ്രധാനമന്ത്രി അറിയിച്ചു. 29.4 കിലോമീറ്റർ ദൈർഘ്യമുള്ള 2 ഇടനാഴികൾ ഉൾപ്പെടുന്നതാണ് ആഗ്ര മെട്രോ റെയിൽ പദ്ധതി. താജ്മഹൽ, ആഗ്ര കോട്ട, സിക്കന്ദ്ര എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി 5 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കും. 8,379 കോടി രൂപ നിർമ്മാണ ചെലവാണ് കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കോവിഡ് വാക്സിന് ഇനി അധികം കാലതാമസമുണ്ടാകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. എല്ലാവരും കോവിഡ് വാക്സിനായി കാത്തിരിക്കുകയാണ്. വാക്സിൻ ലഭ്യമാകുന്നതുവരെ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. കോവിഡ് വാക്സിൻ കോവിഷീൽഡിന്റെ അടിയന്തര അംഗീകാരത്തിനായി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അപേക്ഷ നൽകി. പ്രതിരോധ മരുന്ന് നിരവധി ജീവൻ രക്ഷിക്കുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് സിഇഒ അദാർ പൂനാവാല പ്രത്യാശ പ്രകടിപ്പിച്ചു. വാക്സിൻ നിർമ്മാണത്തിന് പിന്തുണ നൽകിയ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. വെർച്വൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2020 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. വാർത്താവിനിമയ വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് IMC 2020 സംഘടിപ്പിക്കുന്നത്. ബുധനാഴ്ച വരെയാണ് സമ്മേളനം. സമഗ്ര നൂതനാശയം മികച്ചത്, സുരക്ഷിതം, സന്തുലിതം എന്നതാണ് IMC 2020ന്റെ പ്രമേയം. ടെലികോം, സാങ്കേതിക വിദ്യാ മേഖലകളിൽ പ്രാദേശിക വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കുകയും ഗവേഷണവും വികസനവും പ്രോത്സാഹിപ്പിക്കുകയുമാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. യുനെസ്കോ ലോക പൈതൃക നഗരങ്ങളുടെ പട്ടികയിൽ മധ്യപ്രദേശിലെ ഗ്വാളിയറിനെയും ഓർച്ചയെയും ഉൾപ്പെടുത്തി. മധ്യപ്രദേശിലെ ബുന്ദേൽഖണ്ഡ് മേഖലയിലെ ഓർച്ച അമ്പലങ്ങൾക്കും കൊട്ടാരങ്ങൾക്കും പ്രസിദ്ധമാണ്. 16ാം നൂറ്റാണ്ടിൽ ബുണ്ടേല രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു ഇവിടം. രജപുത്, മുഗൾ ശൈലികളിൽ നിർമ്മിച്ചിട്ടുള്ള പ്രസിദ്ധമായ നിരവധി കൊട്ടാരങ്ങൾ ഇവിടെയുണ്ട്. ഗർജർ പ്രതിഹാർ, തോമർ, ബാഘേൽ കച്ചുവ, സിന്ധ്യ രാജവംശങ്ങളുടെ തലസ്ഥാനമായിരുന്നു ഗ്വാളിയർ. ചരിത്രം പേറുന്ന നിരവധി സ്മാരകങ്ങളും കോട്ടകളും കൊട്ടാരങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഭീകരരെന്ന് സംശയിക്കുന്ന 5 പേരെ ഡൽഹി പോലീസ് പ്രത്യേക വിഭാഗം അറസ്റ്റ് ചെയ്തു. നഗരത്തിന് സമീപമുള്ള ഷക്കർപൂരിൽ വെച്ച് നടന്ന ഏറ്റുമുട്ടലിന് ശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇവരിൽ 2 പേർ പഞ്ചാബിൽ നിന്നും മറ്റുള്ളവർ ജമ്മു കശ്മീരിൽ നിന്നുമാണെന്ന് ഡൽഹി പോലീസ് പ്രത്യേക വിഭാഗം മേധാവി പ്രമോദ് കുശ്വാഹ മാധ്യമങ്ങളോട് പറഞ്ഞു. ഖാലിസ്ഥാൻ പ്രസ്ഥാനവും കശ്മീരിലെ ഭീകരവാദവും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ISAയുടെ ശ്രമമാണ് ഇന്നത്തെ സംഭവത്തിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ നാളെ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലായി 88,26,620 പേരാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. 11,225 വോട്ടിംഗ് കേന്ദ്രങ്ങളാണ് ജില്ലകളിലുള്ളത്.
കൃത്യമായ സാനിറ്റൈസർ ഉപയോഗം, മുഖാവരണം ധരിക്കൽ തുടങ്ങിയ കർശനമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുക. കോവിഡ് രോഗികൾക്കായുള്ള പ്രത്യേക പോസ്റ്റൽ ബാലറ്റ് സംവിധാനം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ ആരംഭിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 94.45%. 32,981 പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 96,77,203 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 391 പേരാണ് രോഗം ബാധിച്ച് മരിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്തെ ആകെ മരണം 1,40,573 ആയി. 3,96,729 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിലെ ആലന്ദി മേഖലയിൽ സർക്കാർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കാർത്തികി വാരി ആഘോഷവേളയിൽ വൈറസ് വ്യാപനം വർദ്ധിക്കാതിരിക്കാനാണ് ഈ മാസം 16 വരെ 10 ദിവസം പ്രദേശത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയത്. പ്രശസ്ത ടെലിവിഷൻ താരം ദിവ്യ ഭട്നാഗർ അന്തരിച്ചു. 34 വയസ്സായിരുന്നു. കോവിഡ് ബാധയെ തുടർന്ന് മുംബൈയിൽ ചികിത്സയിൽ കഴിയവെയാണ് മരണം. രാജസ്ഥാനിലെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഗണ്യമായ കുറവുണ്ടായി. കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം ഇന്നലെ 22,427 ആയി കുറഞ്ഞു. കഴിഞ്ഞ മാസം 29-ന് ഇവിടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം എക്കാലത്തെയും ഉയർന്ന നിലയായ 28,758-ൽ എത്തിയിരുന്നു. കേരളത്തിൽ ഇന്ന് 3,272 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 4,705 പേർ രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 33,758 സാമ്പിളുകളാണ് പരിശോധിച്ചത്. രോഗസ്ഥിരീകരണ നിരക്ക് 9.69%. 23 മരണവും കോവിഡ് മൂലമാണെന്ന് കണ്ടെത്തി. ആകെ മരണം 2,441. കേരളത്തിൽ ഇനി ചികിത്സയിലുള്ളത് 59,467 പേരാണ്. 5,77,616 പേരാണ് ഇതുവരെ രോഗമുക്തരായത്. ഇന്ന് പുതിയ 3 ഹോട്ട്സ്പോട്ടുകൾ പ്രഖ്യാപിച്ചു. ആകെ 448 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ലോകത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 6,74,00,000-ന് മുകളിലായി. 1,92,00,000-ലധികം ആളുകളാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 15,43,000-ഓളം പേരാണ് ഇതുവരെ രോഗം ബാധിച്ച് മരിച്ചത്. ഫോർമുല 2 കാറോട്ട മത്സരം ജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്ര നേട്ടം ജഹാൻ ദാരുവാല സ്വന്തമാക്കി. ഇന്നലെ ബഹ്റൈനിൽ നടന്ന മത്സരത്തിൽ മിക് ഷൂമാക്കർ, ഡാൻ ഡിക്ടൺ തുടങ്ങിയ പ്രശസ്ത താരങ്ങളെ പിന്തള്ളിയാണ് ദാരുവാല ഒന്നാമതെത്തിയത്. ISL ഫുട്ബോളിൽ ജംഷഡ്പൂർ ATK മോഹൻ ബഗാൻ മത്സരം ആരംഭിച്ചു. ഗോവ തിലക് മൈതാനത്താണ് മത്സരം. തുടർച്ചയായ 4ാം ജയം ലക്ഷ്യമിട്ടാണ് ബഗാൻ കളത്തിലിറങ്ങുന്നത്. 3 കളിയിൽ 2 സമനിലയും 1 തോൽവിയുമാണ് ജംഷഡ്പൂരിന്റെ പട്ടികയിലുള്ളത്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 3ാമത്തേതും അവസാനത്തേതുമായ ട്വന്റി ക്രിക്കറ്റ് മത്സരം നാളെ സിഡ്നി ക്രിക്കറ്റ് മൈതാനത്ത് നടക്കും. ആദ്യ 2 മത്സരവും ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. കോവിഡ് വാക്സിന്റെ വ്യാപകമായ വിതരണം ആരംഭിക്കുന്ന ആദ്യ രാജ്യമാകാൻ ഒരുങ്ങി UK. ഇവിടെ വാക്സിൻ വിതരണം നാളെ ആരംഭിക്കും. തുടക്കത്തിൽ ആശുപത്രികളിലാവും വാക്സിൻ കിട്ടുക. മുതിർന്ന ഹിന്ദി എഴുത്തുകാരൻ മധുകർ ഗംഗാധർ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ബീഹാറിലെ പൂർണിയയിലാണ് അദ്ദേഹം ജനിച്ചത്. ആകാശവാണിയുടെ പട്ന ഓഫീസ് ഉദ്യോഗസ്ഥരായിരുന്നു. അലഹബാദിൽ ആകാശവാണി ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചു. ഓഹരി വിപണികൾ പുതിയ ഉയരങ്ങളിൽ. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 347 പോയിന്റ് ഉയർന്ന് 45,427-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 97 പോയിന്റ് ഉയർന്ന് 13,356-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചെറിയ നഗരങ്ങളെ സ്വയം പര്യാപ്ത ഇന്ത്യയുടെ അച്ചുതണ്ടാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് വാക്സിന് അധികം കാലതാമസമുണ്ടാകില്ലെന്ന് പ്രധാനമന്ത്രി. ഡൽഹിയിൽ ഭീകരരുമായി പോലീസിന്റെ ഏറ്റുമുട്ടൽ, 5 പേർ അറസ്റ്റിൽ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നാളെ. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 94.45%. കേരളത്തിൽ ഇന്ന് 3,272 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഫോർമുല 2 കാറോട്ട മത്സരം ജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന നേട്ടം സ്വന്തമാക്കി ജഹാൻ ദാരുവാല. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം ഇന്ന് രാത്രി 9:00.